പാകിസ്ഥാന്റെ ഉറപ്പിന് പുല്ലുവില. ഇന്ത്യൻ ഭീഷണികളെ ഭയന്നില്ലെന്ന് ജെയ്ഷെ മുഹമ്മദ്. ബാലാകോട്ടിലെ ജെയ്ഷെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയതിനു ശേഷം തെല്ലും കൂസാതെ ആശയപ്രചരണം തുടർന്ന് ജെയ്ഷെ ഭീകര സംഘടനയ്ക്കെതിരെ പാകിസ്ഥാൻ നടപടി വാഗ്ദാനം ചെയ്ത സാഹചര്യത്തിലും ഇന്ത്യക്കെതിരെ ജെയ്ഷെ വിദ്വേഷ പ്രചരണം തുടരുകയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ജെയ്ഷെ മുഹമ്മദിന്റെ വാരിക ഇപ്പോഴും ഓൺലൈനിൽ ലഭ്യമാണ്. ജെയ്ഷെ തലവനും പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായ മസൂദ് അസർ എഴുതിയ 250-ലധികം ലേഖനങ്ങളാണ് ഇതിലുള്ളത്. ഫെബ്രുവരി 27-ന് പുറത്തിറങ്ങിയ, അതായത് ബാലാകോട്ട് ആക്രമണം നടന്നതിന് ശേഷമുള്ള വാരികയുടെ എഡിഷനിലും മസൂദ് അസറിന്റെ സന്ദേശങ്ങളുണ്ട്. റാവൽപിണ്ടിയിൽ നിന്നുള്ള വിലാസം വെച്ചാണ് വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ വ്യോമാക്രമണത്തിന് പിന്നാലെ ഭീകര സംഘടനകൾക്കെതിരെ ശക്തമായ നടപടി തുടങ്ങിയെന്ന പാകിസ്ഥാന്റെ പൊള്ളയായ വാദത്തെ തുറന്നു കാട്ടുകയാണ് ഈ കണ്ടെത്തൽ. ഭീകര പ്രവർത്തനങ്ങൾക്ക് തെളിവ് നൽകിയാൽ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാണെന്നും ഭീകര നീക്കങ്ങൾ പാകിസ്ഥാന്റെ താൽപര്യത്തിന് വിരുദ്ധമാണെന്നും ഇമ്രാൻഖാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അവയെല്ലാം തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും വാദം മാത്രമായിരുന്നുവെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. 2002-ലാണ് പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദിനെ നിരോധിച്ചത്. എന്നാൽ പാക് മണ്ണിൽ വൻതോതിൽ ജെയ്ഷെ ഭീകര ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. പാകിസ്ഥാനിൽ രാഷ്ട്രീയ നേതൃത്വവും സൈന്യവും തമ്മിലുള്ള അകൽച്ച സാധാരണയാണ്. പാക് സർക്കാരിന്റെ വാക്കുകളെ പുല്ലുവിലക്കെടുത്തുകൊണ്ടുള്ള ഭീകര പ്രവർത്തനവും പാകിസ്ഥാനിൽ നടക്കുന്നുണ്ടെന്ന് ഇതിലൂടെ തെളിയുകയാണ്. മുൻ ക്രിക്കറ്റ് താരം കൂടിയായ ഇമ്രാൻഖാൻ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഭീകര ക്യാമ്പുകൾക്കും ഭീകര പ്രവർത്തനങ്ങൾക്കുമെതിരെ കൃത്യമായ നടപടി സ്വീകരിച്ചാൽ അത് ഇമ്രാൻഖാന്റെ ജീവന് തന്നെ ഭീഷണിയായേക്കുമെന്ന നിരീക്ഷണവുമുണ്ട്.